ശ്രീയത്ത് സലാം. കിഫ്ബിയുടേത് ഉൾപ്പെടെയുള്ള ചില പദ്ധതികൾ സ്ഥലമേറ്റെടുക്കൽ താമസം വരുന്നതിൻ്റെ ഭാഗമായി പ്രയാസം ഉണ്ടാകുന്നുണ്ട്. നിലവിലെ നിയമത്തിൽ നിന്നുകൊണ്ട് റവന്യൂ വകുപ്പ് പരമാവധി വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് സാർ. ഈ കാലതാമസം ഒഴിവാക്കാൻ 2013 കേന്ദ്ര നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നെഗോഷ്യബിൾ പർച്ചേസ് മുഖേന ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായി നിയമനിർമ്മാണത്തിലേക്ക് ഗവൺമെൻറ് ആലോചിക്കുമോ എന്നുള്ളതാണ് സാർ ചോദ്യം. സാർ, ഈ LAR 2013 വന്നപ്പോഴുള്ള ഒരു പ്രശ്നം നെഗോഷ്യബിൾ പർച്ചേസ് പല വിധത്തിലുള്ള കാരണങ്ങളാൽ തടയപ്പെട്ടിരിക്കുകയാണ്. സാർ, ഒരു വകുപ്പുണ്ട് 108. ആ വകുപ്പ് പൂർണ്ണമായും വില നിശ്ചയിച്ചതിന് ശേഷം അതിനേക്കാൾ കൂടുതൽ വില കൊടുക്കാൻ കഴിയുന്ന കേസുകളിൽ മാത്രമേ നെഗോഷ്യബിൾ പർച്ചേസ് പറ്റൂ. സാർ, ഇപ്പോൾ ഗവൺമെൻറ് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി 31/12/2024 ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സാർ, ഇതനുസരിച്ച് ഭൂവുടമകൾ സമ്മതിക്കുന്ന പക്ഷം മതിയായ ഭൂരേഖകൾ ലഭ്യമാണെങ്കിൽ നെഗോഷിയേഷൻ മുഖേന സെയിൽ ഡീഡ് മുഖേന ഭൂമി മേടിക്കാനുള്ള നടപടിക്രമങ്ങൾ ആയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് തീരില്ല സാർ. നിലവിലുള്ള നിയമപ്രകാരം നെഗോഷ്യബിൾ പർച്ചേസ് വഴി ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ആലോചിക്കുന്നത്, നമ്മുടെ ഗവൺമെൻറ് ആലോചിക്കുന്നത്, തെലുങ്കാന, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന നിയമത്തിൻ്റെ മാതൃകയിൽ കേരളത്തിലും നെഗോഷ്യബിൾ പർച്ചേസിന് വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്തുന്ന കാര്യം കേരളം ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. സാർ, ഭൂമി ഏറ്റെടുക്കൽ നടപടി യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടതാണെങ്കിലും കേന്ദ്ര നിയമത്തിന് വിരുദ്ധമല്ലാത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പ്രസിഡന്റിൻ്റെ അംഗീകാരത്തോടെ ഇത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്താൻ കഴിയും എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ ഒരു നിയമ നിർമ്മാണം പരിഗണനയിലാണ്.